കടപ്ര സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ബാങ്ക് പ്രസിഡന്റായി പ്രൊഫസർ കെ.വി. സുരേന്ദ്രനാഥിനെ തെരഞ്ഞെടുത്തു. സഹകരണ ബാങ്കുകളെ കുറിച്ച് ആക്ഷേപങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാകുന്നെങ്കിൽ പോലും ഈ ബാങ്കിനെ സംബന്ധിച്ച് ഇന്നുവരെ ആ രീതിയിലൊരു പരാതിയോ ആക്ഷേപമോ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ലാഭമുള്ള ഒരു ബാങ്കായിട്ട് നിലകൊള്ളും. അപ്പം നമുക്കൊരു എല്ലാ പൊതുജനങ്ങളുടെയും സഹകരണത്തോടുകൂടി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ സഹകരിക്കുന്നു. അവരുടെ എല്ലാ സഹായത്തോടുകൂടി ഈ പുതിയ ഭരണസമിതി നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിക്കുകയും ബാങ്കിലേക്ക് നിക്ഷേപം ഉണ്ടാകാനുള്ള തീവ്രമായൊരു പരിശ്രമമായിരിക്കും ആദ്യ മാസങ്ങളിൽ തന്നെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പിരിഞ്ഞിട്ടാനുള്ള അവരുടെ കുടിശ്ശികയുണ്ട്. അവരെ നിരന്തരമായി ബന്ധപ്പെട്ട കഴിവതും കുടിശ്ശികളെല്ലാം പിരിച്ചെടുക്കുവാനുള്ള ശ്രമം കൂടി നടത്തിയാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്കായി ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. എല്ലാ മേഖലയിലുംപ്പെട്ട ആളുകളെ ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റാഫാണെങ്കിലും വളരെ ആത്മാർത്ഥതയുള്ള പ്രവർത്തിക്കാൻ കഴിയുന്ന ജോലികളുള്ള കുട്ടികളാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അവരുമായിട്ടെല്ലാം ബന്ധമുള്ളതുകൊണ്ട് അവരുടെ സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നും ആണ് എൻ്റെ വിശ്വാസം. തുടർന്ന് നടന്ന അനുമോദന യോഗം CPM നേതാവ് അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി. ആന്റണി ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘത്തിന്റെ ഡയറക്ടർ മെമ്പർക്കാരും പ്രസിഡന്റിനും സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ജോസഫ് ഞാനും കേരള ബാങ്കിന്റെ പൊതുയോഗത്തിൽ പങ്കെടുത്തവരാണ്. ഈ ബാങ്കിനെ പ്രതികരിച്ച് ജോസഫ് ഉണ്ടായിരുന്നു, ഞാൻ അർബൻ ബാങ്കിനെ പ്രതികരിച്ചുണ്ടായിരുന്നു. നിങ്ങളുടെ സിറ്റി ഫീസും നിങ്ങളുടെ ഓണറിനെ വെച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മിണങ്ങാൻ തന്നെ ഉത്തരവിടാനായിട്ട് മന്ത്രി അന്ന് തീരുമാനിച്ചാണ് വന്നപ്പം സഹകരണ ബാങ്കിന്റെ നമ്മുടെ സെക്രട്ടറി IAS ഉദ്യോഗസ്ഥൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഡ്യൂട്ടിക്ക് ജമ്മു കാശ്മീരിൽ പോയിരിക്കുകയാണ്. ഉത്തരവൊന്ന് ഒപ്പിട്ടാൽ മതി. വലിയ വർധനമില്ലെങ്കിലും നാമമാത്രമായ ഒരു വർധന സിറ്റിംഗ് ഫീസിന്റെ കാര്യത്തിൽ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകും. അതിപ്പോൾ കൊണ്ടിരായി. പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് സുരേന്ദ്രൻ സാർ വരുമ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഭരണസമിതി അംഗങ്ങളായിട്ട് ഇരിക്കുന്ന സമയത്ത് പോലും സുരേന്ദ്രൻ സാർ അതിലേക്ക് വരണമെന്ന് പാർട്ടി തീരുമാനിച്ചത് മറ്റു ചില ലക്ഷ്യങ്ങളുടെ മുൻനിർത്തിയാണ്. സജീവ രാഷ്ട്രീയക്കാരല്ലാത്ത ഒരാൾ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം, ബാങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ കർശനമായിട്ട് നിൽക്കണം. കേരളത്തിലെ വിവിധ NSS കോളേജുകളിൽ പ്രിൻസിപ്പളായി അധ്യാപകനായി സേവനമനുഷ്ഠിച്ചതാണ്. നായന്മാരില്ലാത്ത മലപ്പുറത്തും പോയി മഞ്ചേരിയിലെ കോളേജിലെ നേതാവായിട്ട് വന്നതാണ്. എന്തായാലും അത്രയ്ക്കുള്ള ഒരു അനുഭവ പാരമ്പര്യമുണ്ട്. ബാങ്ക് മുൻ പ്രസിഡന്റ് ജോസഫ് തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ബാങ്ക് സെക്രട്ടറി K. വിപിൻ സംസാരിച്ചു. ബാങ്കിന്റെ ശതാബ്ദി വർഷത്തിലാണ് ബാങ്കിന്റെ ഈ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെടുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇത്തവണ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഏകദേശം 7000-ഓളം ഓഹരി ഉടമകളാണ് ഈ ബാങ്കിനുള്ളത്. കുടിശ്ശിക തീരെ കുറവാണെങ്കിൽ പോലും വായ്പാ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ, നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൽ ഭരണസമിതിക്കൊപ്പം ജീവനക്കാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ബാങ്കിന്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനതാദൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ അലക്സാണ്ടർ K. സാമുവൽ, തോമസ് പി. വർഗീസ്, CPI നേതാവ് ജോമൻ കുരുവിള, വരണാധികാരി നവാസ്, ബാബു പുലേലിക്കാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് തങ്കമണി നാണപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് തോമസ്, സോജിത് സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. 9 മലയാളം ന്യൂസ്, തിരുവല്ല.